ഒഡീഷയിൽ ഖനി വകുപ്പ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ നോട്ട് കൂമ്പാരം. ട്രോളി ബാഗുകളിലും അലമാരകളിലുമായി ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത് 4 കോടി രൂപ. ഈ കണ്ടത് മുഴുവൻ കൈക്കൂലി വാങ്ങിയ തുകയാണ്. ഭുവനേശ്വറിൽ അഴിമതി കേസിൽ പിടിയിലായ ഖനി വകുപ്പ് ഉദ്യോഗസ്ഥന്റെ ഫ്ളാറ്റിൽ നിന്ന് വിജിലൻസ് സംഘം 4 കോടി രൂപയാണ് പൊക്കിയത്. മൈൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ദേവബ്രത മൊഹന്തയാണ് ഇത്തരത്തിൽ പിടിയിലാവുന്നത്. മൊഹന്തയുടെ ഉടമസ്ഥതയിലുള്ള ഭുവനേശ്വറിലെ ഫ്ളാറ്റിൽ നിന്നാണ് ഈ നോട്ട് കെട്ടുകൾ കൂമ്പാരം കണക്ക് പിടികൂടുന്നത്. അഴിമതി വിരുദ്ധ ഏജൻസി ആ സംസ്ഥാനത്ത് ഇതുവരെ പിടിച്ചെടുത്തതിൽ വെച്ച് ഏറ്റവും ഉയർന്ന തുകയാണ് ഇത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ട്രോളി ബാഗുകളിൽ ആ വീട്ടിലത്തെ അലമാരകളിലൊക്കെ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഈ പണത്തിന്റെ കെട്ടുകൾ മുഴുവൻ. ഒരു കൽക്കരി വ്യാപാരിയിൽ നിന്ന് 30,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ ചൊവ്വാഴ്ച രാത്രിയിലാണ് വിജിലൻസ് ഈ മൊഹന്തയെ ആദ്യം കൊടുക്കുന്നത്. ഈ കൽക്കരി വ്യാപാരി അയാൾ കൃത്യമായി ബിസിനസ് ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ ഈ ബിസിനസ് സുഗമമായി കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കാം, സുഗമമാക്കാം എന്ന് വാഗ്ദാനം ചെയ്താണ് ഇയാൾ കൈക്കൂലി ആവശ്യപ്പെട്ടത്. അങ്ങനെ ആ വ്യവസായി വിജിലൻസിൽ കാര്യങ്ങൾ അറിഞ്ഞു. അങ്ങനെ വിജിലൻസ് ഒരുക്കിയ കെണിയിൽ ഇയാൾ കുടുങ്ങുകയും ചെയ്തു. 30,000 രൂപ നൽകിയപ്പോൾ അയാൾ പിടിയിലായി. ഈ അറസ്റ്റിനു പിന്നാലെ മൊഹന്തയുടെ ഭുവനേശ്വറിലെ ഫ്ളാറ്റ്, ഭദ്രക് ജില്ലയിലെ കുടുംബ വീട്, കട്ടക്കിലെ ഓഫീസ് എന്നിവിടങ്ങളിൽ ഒരേ സമയം പരിശോധന നടത്തി. അങ്ങനെയാണ് ഈ ഓഫീസിലെ മേശയ്ക്കുള്ളിൽ നിന്ന് 1,20,000 രൂപ കണ്ടെത്തി. അതുകൂടാതെ ഭുവനേശ്വറിൽ 2 നിലയുള്ള ആഡംബര വീടും 130 ഗ്രാം സ്വർണവും ഇയാൾക്ക് ഉണ്ടായിരുന്നു എന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. 2022 ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ വീട്ടിൽ നിന്ന് 3.4 കോടി രൂപ പിടിച്ചെടുത്തതായിരുന്നു ഇതിനു മുമ്പ് ഈ ഒഡീഷയിലെ വിജിലൻസിന്റെ മുൻപത്തെ റെക്കോർഡ്. എന്നാണെങ്കിലും പണമെണ്ണുന്ന മെഷീനൊക്കെ കൊണ്ടുവന്നാണ് ആ ഫ്ളാറ്റിൽ നിന്ന് നോട്ടുകെട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തി അവർ സീൽ ചെയ്ത കോടതിയിലേക്ക് മാറ്റിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.